ഈ കുളത്തിന്റെ പേരിൽ നമ്മുടെ മുൻ MLA അരുണൻ മാസ്റ്റർ അന്ന് പ്രഖ്യാപിച്ചു 15 കോടി. LDFന്റെ MLA. ഇപ്പോൾ 2 ടൈമായിട്ട് LDFന്റെ MLA ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. LDFന്റെ MLA അന്ന് പ്രഖ്യാപിച്ചു 10 കോടി രൂപ ഈ കുഴൽമണിക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ കെട്ടാനോ സംരക്ഷിക്കപ്പെടാനും വേണ്ടി അനുവദിച്ചു എന്ന് പറഞ്ഞ് നാടായ നാട് മുഴുവൻ ഫ്ലക്സ് വെച്ച് നടന്നു. ഈ കുളം പെടുന്നു. കുട്ടംകുളത്തിന്റെ പേരിൽ തന്നെയാണ് ഫ്ലക്സ് വെച്ചത്. കുട്ടംകുളം സംരക്ഷിക്കാൻ, കുട്ടംകുളം മതിൽ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫ്ലക്സ് വെച്ചത്. ആ 10 കോടി അരുണൻ മാസ്റ്ററുടെ കാലാവധിയും കഴിഞ്ഞു. 10 കോടിയും കിട്ടിയില്ല, 10 പൈസയും കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ബിന്ദു മന്ത്രി വന്നു. ബിന്ദു ഇരിഞ്ഞാലക്കുട ഈ കുളത്തിന്റെ സമീപത്ത് ജീവിച്ചു വളർന്ന ആൾക്കാരാണ്. അവർക്ക് വൈകാരികമായി ബന്ധമുണ്ടാവേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് ജനിച്ചു വളർന്ന ബിന്ദു മന്ത്രി 4 കോടി പ്രഖ്യാപിച്ചു. അവരുടെ ഭരണകാലാവധി കഴിയാൻ പോവുകയാണ്. ആ 4 കോടി പ്രഖ്യാപിച്ചിട്ട് ഒരു നയാ പൈസ പോലും അതിന് മാറ്റിവെക്കാൻ പറ്റില്ല. ഇപ്പോഴും തകരപ്പാട്ട വെച്ചിട്ടാണ് മറച്ചിരിക്കുന്നത്. ഈ നാലമ്പല തീർത്ഥാടന കാലത്ത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം പോലും നോക്കാതെ കണ്ട് വെറും തകരപ്പാട്ട വെച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടികളടക്കം അതിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മമാരടക്കം. ഈ മതിലടക്കം ഏത് നേരവും മറിഞ്ഞു പോകാം. നമസ്കാരം, ഞാനിന്ന് നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെയും ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെയും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അനാസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഉദാഹരണമായിട്ട് കുട്ടംകുളം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട മുൻവശത്തുള്ള കുളമാണ്. ഈ കുളത്തിൻ്റെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ എത്രയോ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ഈ ഒരു കുളം. അപ്പോൾ ഈ കുളത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു വാർഡിലെ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് താമസിക്കുന്ന നമ്മുടെ ഒരു ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി വലിയ രീതിയിൽ സംരക്ഷിക്കേണ്ട ഒരു കുളം തന്നെയാണ് ഈ കുട്ടംകുളം. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചരിത്രകാലങ്ങളോളമായിട്ടുള്ളതാണ്. ഇത്ര ദയനീയമായിട്ട് തൊടുന്നതിൻ്റെ അവസ്ഥ എന്താണ്? ഒരു 15 വർഷത്തിലേറെയായി ഇപ്പോൾ ഈ കുളം ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ. ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. ഈ തന്ത്രിമാരൊക്കെ ഉള്ളിലേക്ക് ഇവിടെ കുളിച്ചിട്ട് വേണം, തീർത്ഥക്കുളത്തിൽ കുളിച്ചിട്ട് വേണം പോകാൻ. ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന കുളമാണ്. ഇത് ഇത്രയും വളരെ മോശമായ രീതിയിൽ സംരക്ഷിക്കപ്പെടാതെ കണ്ട് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. ഒരു നാടിൻ്റെ അടയാളമാണത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും 4 കുളം, ചുറ്റും ഭാഗത്ത് 4 കുളമുണ്ട്. ഈ കുളങ്ങൾ കുളം മാത്രമല്ല, ഈ കുളം എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രത കൂടിയുണ്ട്. ഇവിടെ കുളിച്ചിട്ട് വേണം തന്ത്രിമാർക്ക് ഉള്ളിൽ പോയി കുളിക്കാൻ. ഈ കാണുന്നില്ലേ, ഈ ഭാഗത്തു നിന്നാണ് കുളിച്ചു പോകുന്നുണ്ട്. അതിന് പോലും എന്താ പറയുക, സൗകര്യമില്ലാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി കെട്ടിരിക്കുക, വേസ്റ്റുകൾ ഡംപ് ചെയ്തിരിക്കുക. അത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ഈ മതിൽ തകർന്നു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 വർഷത്തിന് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഭക്തജനങ്ങൾ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് സംരക്ഷിക്കപ്പെടേണ്ട ഒരു മതിലാണ്. നാട്ടുകാർ മുഴുവൻ പോകുന്നു. ഉത്സവകാലത്ത് ഇതിലെയാണ് ജനങ്ങൾ മുഴുവൻ പോവുക. കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഈ മതിലത്തിൽ ഞാനിപ്പോൾ ചേർന്ന് നിൽക്കുന്നത് കൂടി പേടിച്ചിട്ടാണ്. അത്രയധികം ഡിലാപ്പിഡേറ്റഡ് കണ്ടീഷനിലാണ് ഈ മതിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് നാട്ടുകാരുടെയും കൂടി ആവശ്യമാണ്. അത് സംരക്ഷിക്കപ്പെടാതെ കണ്ട് ഇങ്ങനെ അനാസ്ഥമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ദേവസ്വത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ ദേവസ്വത്തിൻ്റെ തീരുമാനം, സ്വർണ്ണക്കൊടിമരം, അത് 1973 കാലഘട്ടത്തിൽ പൂശിയ സ്വർണ്ണക്കൊടിമരം വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ഇതേപോലെയുള്ള പടിഞ്ഞാറ് നടപ്പുര പോയാൽ കാണാം. പടിഞ്ഞാറ് നടപ്പുര ഷെഡ് തകർന്നിട്ട് അവിടുത്തെ ഓട് മുഴുവൻ മാറ്റി ഓല കെട്ടിയേക്കാണ്. ചരിത്ര പ്രസിദ്ധമായ കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലും സംരക്ഷിപ്പിക്കാൻ സാധിക്കാത്ത ഇവിടുത്തെ ദേവസ്വം ഭരണാധികാരികൾ ഇപ്പോൾ സ്വർണ്ണക്കൊടിമരം പൂശാൻ വേണ്ടി നടക്കുക. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലോ. ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ അവർക്ക് സാധിക്കുന്നില്ല. ഈ കുളത്തിൻ്റെ പേരിൽ നമ്മുടെ മുൻ MLA അരുണൻ മാസ്റ്റർ അന്ന് പ്രഖ്യാപിച്ചു 15 കോടി. LDFന്റെ MLA. ഇപ്പോൾ 2 ടൈമായിട്ട് LDFന്റെ MLA ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. LDFന്റെ MLA അന്ന് പ്രഖ്യാപിച്ചു 10 കോടി രൂപ ഈ കുഴൽമണിക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ കെട്ടാനോ സംരക്ഷിക്കപ്പെടാനും വേണ്ടി അനുവദിച്ചു എന്ന് പറഞ്ഞ് നാടായ നാട് മുഴുവൻ ഫ്ലക്സ് വെച്ച് നടന്നു. കുളം പെടുന്നു. കുട്ടംകുളത്തിൻ്റെ പേരിൽ തന്നെയാണ് ഫ്ലക്സ് വെച്ചത്. കുട്ടംകുളം സംരക്ഷിക്കാൻ, കുട്ടംകുളം മതിൽ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫ്ലക്സ് വെച്ചത്. ആ 10 കോടി അരുണൻ മാസ്റ്ററുടെ കാലാവധിയും കഴിഞ്ഞു. 10 കോടിയും കിട്ടിയില്ല, 10 പൈസയും കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ബിന്ദു മന്ത്രി വന്നു. ബിന്ദു ഇരിഞ്ഞാലക്കുട ഈ കുളത്തിൻ്റെ സമീപത്ത് ജീവിച്ചു വളർന്ന ആൾക്കാരാണ്.
അവർക്ക് വൈകാരികമായി ബന്ധമുണ്ടാവേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ്. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് ജനിച്ചു വളർന്ന ബിന്ദു മന്ത്രി 4 കോടി പ്രഖ്യാപിച്ചു. അവരുടെ ഭരണകാലാവധി കഴിയാൻ പോവുകയാണ്. ആ 4 കോടി പ്രഖ്യാപിച്ചിട്ട് ഒരു നയാ പൈസ പോലും അതിന് മാറ്റിവെക്കാൻ പറ്റില്ല. ഇപ്പോഴും തകരപ്പാട്ട വെച്ചിട്ടാണ് മറച്ചിരിക്കുന്നത്. ഈ നാലമ്പല തീർത്ഥാടന കാലത്ത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം പോലും നോക്കാതെ കണ്ട് വെറും തകരപ്പാട്ട വെച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടികളടക്കം അതിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മമാരടക്കം. ഈ മതിലുകളൊക്കെ ഏത് നേരവും മറിഞ്ഞു പോകാം. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്, ഈ തീർത്ഥാടകർക്ക് ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആ ക്ഷേത്രത്തിൻ്റെ പരിഭാവനത സംരക്ഷിക്കപ്പെടാതെ കണ്ട് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയറിയാം, അത്രയധികം മോശമായ രീതിയിൽ, വളരെയധികം മോശമായ രീതിയിലാണ് ഈ കുളം കിടക്കുന്നത്. നോക്കൂ, ആ ഭാഗത്ത് മുഴുവൻ വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുകയാണ്. ഒരാൾക്ക് ഇവിടെ കുളിക്കാൻ സാധിക്കുമോ? ഈ ക്ഷേത്രത്തെ ഇങ്ങനെ മലീമസമാക്കിയ ഒരു ഭരണസമിതി ഈ ചരിത്രത്തിലുണ്ടായിട്ടില്ല. 1971 ഇവിടെ ഈ ക്ഷേത്രം, കുടൽമാണിക്യം ക്ഷേത്രം ദേവസ്വം ബോർഡിന് നൽകുന്നത്. അന്ന് കുടൽമാണിക്യം ദേവസ്വം ബോർഡ് ഒരു സെപ്പറേറ്റ് ദേവസ്വമായിട്ടാണ് കുടൽമാണിക്യം ദേവസ്വം വരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ഏകദേശം 54 കൊല്ലമായി. 54 കൊല്ലത്തിനിടയ്ക്ക് ഒരു ഇതും നടന്നിട്ടില്ല. അന്ന് സ്ഥാപിച്ച കൊടിമരം ഇന്ന് കറുത്ത് കരിവാളിച്ചു പോയിട്ട് രണ്ടാമതും സ്വർണം പൂശാനുള്ള നിലപാടാണ്. അതിനൊന്നുമല്ല, ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് സ്മാരകങ്ങളുണ്ട്. പടിഞ്ഞാറൻ നടപ്പരയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നിങ്ങൾക്ക് പോയാൽ കാണാം, ഒരു ഓല മേഞ്ഞ് കിടക്കുകയാണ്. ഓടുണ്ടായിരുന്നത് മുഴുവൻ തകർന്നു പോയിട്ട് മാറ്റിയിട്ട് ഓല സ്ഥാപിക്കാൻ സാധിക്കില്ല. ഈ കുളം സംരക്ഷിക്കാൻ സാധിക്കില്ല. ചുറ്റുമതിലുകൾ പല ഭാഗത്തും പ്രശ്നമായിട്ടുണ്ട്, അതൊന്നും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഇതൊന്നും ചെയ്യാതെ കണ്ട് ഇവരിപ്പോഴും ഈ ദേവസ്വം ഈ സ്വർണ്ണക്കൊടി മരത്തുമ്പോൾ തന്നെയാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊടി മരം എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുന്ന ഒരു ഉപാധിയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാനോ ഒന്നിനും താല്പര്യമില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇവിടുത്തെ MLA മാരും മന്ത്രിമാരും ഈ ദേവസ്വത്തിന് വേണ്ടിയിട്ടോ ഈ നാടിന് വേണ്ടിയിട്ടോ യാതൊന്നും ചെയ്യുന്നില്ല. ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഈ മതിൽ തകർന്നു വീണ് എത്രയോ കാലം കിടന്നപ്പോൾ, പൊളിഞ്ഞു കിടന്നപ്പോൾ ചുറ്റും വരുന്ന വാഹനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. അവർ പോലും ഒരു നോട്ടീസ് പോലും കൊടുത്തില്ല ദേവസ്വത്തിന്. ഇത് സംരക്ഷിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ചെയ്യണമെന്നോ പറഞ്ഞില്ല. അത് ഒരുപാട് കാലം ഇവിടെ ഒച്ച വെച്ചും ബഹളം വെച്ചും നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയും ഭക്തജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ ശേഷം മാത്രമാണ് ഈ തകരപ്പാട്ട വെച്ചുകൊണ്ടുള്ള ഒരു മറയെങ്കിലും വന്നത്. ഇത് 5 കോടി തകരപ്പാട്ടാണ് കാണുന്നത്. അതെ, 5 കോടി രൂപയുടെ തകരപ്പാട്ട. 10 കോടി അങ്ങനെ പോയി, അതിന് കാല് വെച്ചിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക്. ഇപ്പം ഈ 5 കോടിക്കാണ് ഈ തകരപ്പാട്ട വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് ഇപ്പം എന്തായാലും ഇലക്ഷൻ വരും 6 മാസം കഴിഞ്ഞാൽ. അപ്പം ഇനി പുതിയൊരു പ്രഖ്യാപനങ്ങൾ വരും. ഈ 10ഉം 5ഉം കഴിഞ്ഞു, ഇനി എത്രയാണോ വരാൻ പോകണമെന്ന് നമുക്കറിയില്ല. അതിനെന്താ വെക്കാൻ പോകണമെന്നും അറിയില്ല. ഇപ്പോൾ ഈ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് കർക്കിടക മാസത്തിൽ ലക്ഷക്കണക്കിന് ശ്രീരാമ ഭക്തരാണ് ഈ പറയുന്ന ഈ ക്ഷേത്രത്തിൽ വരുന്നത്, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വരുന്നത്. അപ്പോൾ അവർക്കൊന്ന് ഇറങ്ങി ഒന്ന് കാല് കഴുകാൻ പോലുമുള്ള ഒരു അവസ്ഥ ഈ ഒരു കുളത്തിനില്ലാത്തൊരു ഏറ്റവും ദയനീയമായിട്ടൊരു അവസ്ഥ തന്നെയല്ലേ? ഞാൻ പറയാം, അത് മാത്രമല്ല, ഇവിടെ വേണ്ട ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ല. ആകെ 3ഓ 4ഓ ടോയ്ലറ്റുകൾ മാത്രമേ ഉള്ളൂ. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഈ ഒരു വിഷയത്തിലുള്ളത്? മുനിസിപ്പാലിറ്റി തീർത്തും അനാവസ്ഥയാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റിക്ക് യാതൊരു താല്പര്യമില്ല. ഭക്തജനങ്ങളുടെ കാര്യത്തിലും പൊതുജനങ്ങളുടെ കാര്യത്തിലും യാതൊരു താല്പര്യമില്ല. അവർക്ക് വരുമാന മാർഗം മാത്രമേ ഉള്ളൂ. ഈ നാലമ്പലത്തിലുള്ള വരുമാനം മുനിസിപ്പാലിറ്റിക്ക് പലതരത്തിൽ ലഭിക്കുന്നുണ്ട്, അതിന് മാത്രമേ താല്പര്യമുള്ളൂ. ഇവിടെ ഈ ചുറ്റുമുള്ള ഈ കംഫർട്ട് സ്റ്റേഷനിൽ പോലും ആകെ 4ഓ 5ഓ ബാത്റൂമിലേ ഉള്ളൂ. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇവിടെ വന്ന് കാലത്ത് വന്ന് കുളിച്ചു തൊഴാൻ വരുന്ന ആൾക്കാർക്ക് എന്താ സാധിക്കുക? ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്ന ആൾക്കാർ കുളിച്ചു തൊഴണം എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതും ശീലിച്ചിട്ടുള്ളതും. ആ കുളിച്ചു തൊഴാൻ ഇവിടെ സാധിക്കുമോ? ഈ ഒരു ക്ഷേത്ര മതിലിന്മ ഈ കുളത്തിൽ കുളിച്ചു തൊഴാൻ എങ്ങനെയാണ് സാധിക്കുക? നിങ്ങൾ തന്നെ പറയൂ. ഇത് ബിന്ദുവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എങ്ങനെയാണ് ഇവിടെ കുളിച്ചു തൊഴാൻ സാധിക്കുക? ഈ മതിലും ഈ കുളത്തിലും എങ്ങനെയാണ് കുളിച്ചു തൊഴാൻ സാധിക്കുക? അതുപോലും സംരക്ഷിക്കപ്പെടാതെ കണ്ട് ഈ നാലമ്പല തീർത്ഥാടകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരെ ചൂഷണം ചെയ്ത് ഇപ്പോൾ 1000 രൂപയാണ് സ്പെഷ്യൽ ദർശനത്തിനുള്ള ഇവിടെ നെയ്വിളക്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത്. അതായത് ഭക്തനെ വേർതിരിക്കുകയാണ്. കാശുള്ളവനും കാശില്ലാത്തവനും ആയിട്ട് രണ്ടായിട്ട് ഭക്തരെ വേർതിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് കാശുണ്ടാക്കിയിട്ട് പോലും ഇതൊന്നും സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഉദ്ദേശം എന്താ വെച്ചാൽ ഇതിലൂടെ വരുമാനം അവർക്ക് സ്വന്തമായി നേടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഒരു ഉദ്ദേശമുള്ളൂ. ക്ഷേത്രത്തെ സംരക്ഷിക്കാനോ സംഗമേശ്വരൻ്റെ കുർബാനിക്കത്തപ്പൻ്റെ ആസ്തികൾ സംരക്ഷിക്കപ്പെടാനോ ഒരു താല്പര്യമില്ല. ഇപ്പം നമ്മുടെ ജയിലും പോലീസ് സ്റ്റേഷൻ ഇരുന്ന സ്ഥലം കുർബാനിക്കൻ ദേവസ്വൻ്റെ ആയിരുന്നു. അത് റിട്ടേൺ ചെയ്യാനോ വീണ്ടെടുക്കാനോ വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമവും ഈ കുർബാനിക്കൻ ദേവസ്വൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിപ്പോൾ നമ്മുടെ ഒരു ഭക്തനാണ് ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിട്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്.
ആ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭഗവാൻ വിചാരിച്ചിട്ടാണ് ആ ഭക്തനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചതും ചെയ്യിച്ചതും. ദേവസ്ഥന് യാതൊരു താല്പര്യമില്ല. ദേവസ്ഥ അത് കൊണ്ടുപോകട്ടെ എന്നുള്ള നിലയ്ക്കാണ്. ഏത് സ്വത്ത് ആര് കൊണ്ടുപോയാലും ദേവസ്ഥന് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഈ കച്ചേരി വളപ്പിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് കേസ് നടത്തി അത് അവസാനം വിജയത്തിലേക്ക് എത്തിയത്. ദേവസ്ഥന് യാതൊരു താല്പര്യം ഉണ്ടായില്ല. ദേവസ്വം അത് ആരുടെയോ സ്വത്ത് എന്നുള്ള നിലയ്ക്കാണ്. ഇതൊക്കെ ആരെങ്കിലും കൊണ്ടുപോകട്ടെ ഉള്ള നിലപാടാണ് ദേവസ്വം സ്വീകരിക്കുന്നത്. ക്ഷേത്രത്തെ സംരക്ഷിക്കാനോ ഭഗവാന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനോ അതിൻ്റെ പവിത്രത നിലനിർത്താനോ ഇവിടുത്തെ ക്ഷേത്രവും ഭരണാധികാരികളോ ഇവിടുത്തെ മന്ത്രിസഭയോ അത് ഉൾക്കൊള്ളുന്ന, അതായത് ദേവസ്വം ഭരിക്കുന്ന മന്ത്രിസഭയോ അതിന് ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിനെതിരായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദിയായിട്ട് ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചു. അപ്പോൾ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുന്നിലുള്ള ഒരു വലിയ കുളം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, കുട്ടംകുളം എന്നാണ് പേര്. ഇതിൻ്റെ ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന രീതിയിലാണ്. ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുന്നിലുള്ള കുളം തന്നെയാണ്. ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ കാണാൻ സാധിക്കും. ഏകദേശം 15 കോടിയോളം രൂപയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഈ കുളത്തിൻ്റെ പരിപാലനം അല്ലെങ്കിൽ ക്ഷേത്ര പരിപാലനം എന്നുള്ള രീതിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു രൂപ പോലും ചെലവാക്കാനായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഭക്തന്മാരോടുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ, നമ്മുടെ ചരിത്ര സ്മാരകങ്ങളടക്കം നശിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ആളുകളുടെ ഭരണ സംവിധാനങ്ങൾക്ക് ഒരു മാറ്റം വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.